തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. പ്ലാന്റിന്റെ പ്രവർത്തനത്തെ CPM രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചെന്ന് ആരോപിച്ച് UDF രംഗത്ത് വരുന്നു. ഇന്ന് രാവിലെ മേയർ M. അനിൽകുമാർ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിച്ചതോടെയാണ് പുതിയ വിവാദം ഉയർന്നത്. മേയർ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന് ആരോപിച്ച് TJ വിനോദ് MLA തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിർമ്മാണം പൂർത്തിയായ CBG പ്ലാന്റ് മേയർ M. അനിൽകുമാർ സന്ദർശിച്ചതോടെയാണ് പുതിയ വാദപ്രതിവാദങ്ങൾക്ക് തുടക്കമായത്. 2 വർഷം മുൻപുള്ള ബ്രഹ്മപുരമല്ല ഇപ്പോഴെന്നും 99% മാലിന്യവും ബയോമൈനിങ്ങിലൂടെ സംസ്കരിച്ചെന്നുമായിരുന്നു മേയർ അറിയിച്ചത്. ഇതെല്ലാം വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരൊറ്റ കോമ്പൗണ്ടിനകത്ത് ഇത്രയധികം സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ നടക്കുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കൊച്ചി മാറും. കേരളം ഇന്ത്യക്ക് മാതൃകയാകും. ഒരു ടെക്നോളജി ഫെയിലായാൽ മറ്റേ 2 ടെക്നോളജിയും പകരം ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൂടി വന്ന 3 ടെക്നോളജി വരും. അതുകൊണ്ട് കൊച്ചി നഗരസഭയുടെ ഈ കൗൺസിൽ ഭരണത്തെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും LDFകാർ മാത്രമായിരിക്കില്ല വോട്ട് ചെയ്യുന്നത്. നിശ്ചയമായും ഒരു വലിയ പങ്ക് വോട്ട് കിട്ടാൻ പോകുന്ന UDFൻ്റെയും വോട്ടർമാരും ഒപ്പം സ്വതന്ത്രരായ മനുഷ്യരുടേതായിരിക്കും എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. മേയറുടെ സന്ദർശനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. CPM വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് മേയർ ചെയ്തതെന്ന് UDF സ്ഥാനാർത്ഥി ദീപ്തി മേരി വർഗീസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഈ പ്ലാന്റ് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രചരണം നടത്തുകയാണ് മേയർ M. അനിൽകുമാർ. CPM വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗവും CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മേയറുമായിരുന്ന മേയർ M. അനിൽകുമാർ. ഇത് തീർച്ചയായിട്ടും ചട്ടലംഘനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും. ഞങ്ങൾ പരാതി കൊടുക്കും. മേയർ M. അനിൽകുമാറിനെതിരെ TJ വിനോദ് MLA തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്ലാന്റിന്റെ നിർമ്മാണം രാഷ്ട്രീയമായി അവകാശപ്പെട്ട് വോട്ട് തേടിയെന്നാരോപിച്ചാണ് പരാതി. BPCL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഈ CBG പ്ലാന്റിൻ്റെ നിർമ്മാണം ഏതാണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം പോലും നടത്താതെ ഇന്ന് പത്രമാധ്യമങ്ങൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അതിൻ്റെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരികയും അത് തൻ്റെ വികസന നേട്ടമാണ് എന്ന് പരസ്യമായി പറയുകയും അതിൻ്റെ പൊളിറ്റിക്കലായി അതിൻ്റെ വോട്ടുകൾ തനിക്ക് അനുകൂലമായി തൻ്റെ മുന്നണിക്ക് അനുകൂലമായി നൽകണമെന്ന രീതിയിൽ മേയർ നടത്തിയ ആ ഒരു പ്രസ്താവന തീർത്തും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഗുരുതരമായ ലംഘനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമൃത ന്യൂസ്, കൊച്ചി.